കഠിനമായ നിഷിദ്ധമായി പഠിപ്പിക്കപ്പെട്ട വമ്പിച്ച പാപമെന്ന് ഇസ്ലാം വിളിച്ച പലിശ എന്ന് പറയുന്ന മഹാമാരി, അതിനെ പലരും താലോലിച്ചുകൊണ്ടാണ് നിത്യജീവിതത്തിൽ പെരുമാറാറുള്ളത്. ഇവിടെ സങ്കട കക്ഷികളില്ലാത്ത സാമ്പത്തിക വ്യവഹാരത്തെയാണ് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഒരു കാറ് വാങ്ങുമ്പോൾ, ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് പലിശയെയാണ്. അതേപോലെ തന്നെ ബിസിനസ്സിന് അതിൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നിടത്തും പലിശയെ ആശ്രയിക്കുന്നവർ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പലിശയടക്കമുള്ള ലോൺ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവർ, ഇതിലൊന്നും തന്നെ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന കാഴ്ചപ്പാടല്ലാതെ ഞാൻ എന്തിന് ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണമെന്ന ന്യായീകരണമാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. എന്നാൽ പലിശയുമായി ബന്ധപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള യുദ്ധം പ്രഖ്യാപിച്ചവരാണ് അവർ എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ശാപകോപം പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കുണ്ട് എന്നത് പ്രവാചകന്റെ തിരുമൊഴിയാണ്. മരണാനന്തര ജീവിതത്തിൽ ബർസഖിന്റെ ലോകത്ത് രക്തപ്പുഴയിൽ ഒലിച്ച് ശ്വാസം മുട്ടി ഏറുകൊണ്ട് പിടയുന്ന രംഗങ്ങളാണ് ഖിയാമത്ത് നാൾ വരെ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരിക എന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് മനുഷ്യ മക്കളെ മുഴുവൻ നീതിയുടെ ലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഭ്രാന്തനെ പോലെ അക്രമാസക്തമായി പെരുമാറി മറിഞ്ഞു വീണ് എഴുന്നേറ്റ് വരുന്ന ഒരു മനുഷ്യനെ കാണണമെങ്കിൽ അയാൾ പലിശയുമായി ബന്ധപ്പെട്ടവനാണ് എന്ന് സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു താക്കീത് ചെയ്തിട്ടുണ്ട്. സർവസമ്പത്തിൻ്റെയും ബറക്കത്തുകളെ നശിപ്പിച്ചു കളയുന്ന പലിശയുമായി ബന്ധപ്പെട്ടിട്ടാണ് പല ആളുകളും ജീവിക്കുന്നത്. ഒരൽപ്പം പോലും അള്ളാഹുവിനോടുള്ള ഭയമോ സാമ്പത്തിക രംഗത്ത് നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്ന ചിന്തയോ ഇല്ലാത്ത വിധത്തിലാണ് നമ്മളിൽ പലരും പെരുമാറുന്നത് എന്നത് നാം ഇവിടെ പരിശോധിക്കേണ്ട ഒന്നാണ്.